വേദന സംഹാരി ഇല്ലാതെ തന്നെ 24 to 48 hours വേദന കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടും ഇതിന്റെ സൈഡ് എഫക്ട് വളരെയധികം ലഘൂകരിക്കാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മോർബിഡ് എലിമിനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കെമിക്കൽ മോർബിഡ് എലിമിനേഷൻ. ഇത് ശരിക്കും നമ്മൾ ക്യാൻസർ എന്നും വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഇത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്, ക്യാൻസറിന് ചികിത്സയുണ്ടോ എന്ന്. തീർച്ചയായിട്ടും ക്യാൻസറിന് നമ്മുടെ അടുത്ത് ചികിത്സയുണ്ട്. മോഡേൺ സയൻസിനെ തന്നെയാണ് ക്യാൻസർ വന്നാൽ നിങ്ങൾ ആദ്യം അപ്രോച്ച് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ശരീരഘടന മോഡേൺ സയൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സയൻസ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മോഡേൺ സയൻസിനെ തന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യണം. അപ്പൊ അടുത്ത ചോദ്യമാണ്, നമ്മുടെ അടുത്ത് ഇതിനുള്ള ചികിത്സ എന്താണ്? നമ്മുടെ ചികിത്സ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. ഇതിന്റെ സൈഡ് എഫക്ട് റേഡിയേഷൻ തെറാപ്പി, കീമോതെറാപ്പി എന്നുള്ള തെറാപ്പിയിലൂടെ നമ്മൾ ക്യാൻസർ ശരിക്കും മോഡേൺ മെഡിസിൻ ശരിക്കും റിമൂവ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നു. ഈ ഒരു തെറാപ്പിയാണ് ശരിക്കും ആക്യുറേറ്റ് അല്ലെങ്കിൽ വളരെയധികം പ്രായോഗികമായിട്ടുള്ള ഒരു രീതി. രീതിയുടെ സൈഡ് എഫക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ബാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ചികിത്സാ രീതിയുടെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പൊ ഇതിന്റെ സൈഡ് എഫക്റ്റ് മൂലമുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് കീമോതെറാപ്പിയിലൂടെ ഉണ്ടാകുന്ന ചില സൈഡ് എഫക്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവ്, പിന്നെ അതുകൂടാതെ ഹെയർ ലോസ്, എന്ന കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡറിന് അല്ലെങ്കിൽ വാട്ടർ എലമെന്റിന് ബാധിക്കുന്ന ചില അസുഖങ്ങൾ. ഈ ഒരു എലമെന്റിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ചികിത്സാ രീതിയിൽ, അപ്പൊ ഉറക്കം സ്വാഭാവികമായിട്ടുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ട്രീറ്റ്മെന്റ്, അതായത് അക്യുപഞ്ചർ പോയിന്റ്സ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഹീലിംഗിലും അതിനുള്ള റെമഡീസ് ഉണ്ട്, ആക്സസ് ബാർസും അതിനുള്ള റെമഡീസ്. സപ്പോർട്ടീവായിട്ട് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് തീർച്ചയായും ഇതിനെ നമുക്ക് ഉപകാരപ്പെടുത്തും. കുറഞ്ഞ വേദന കൊണ്ടാണ് ക്യാൻസർ പേഷ്യന്റ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പൊ ആ വേദന സംഹാരി ഇല്ലാതെ തന്നെ 24 to 48 hours വേദന കുറക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ചികിത്സാ രീതി, അക്യുപഞ്ചർ അല്ലെങ്കിൽ ഹീലിംഗ് ചികിത്സാ രീതിയിൽ ഉണ്ട്. അതാണ് ശരിക്കും ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റിൽ. അത് കൊടുക്കുന്നതോടുകൂടി അവരുടെ ഉറക്കം, ഭക്ഷണ രീതി ക്രമങ്ങളിലെ ഇമ്മ്യൂണിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചികിത്സാ രീതി നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. അതായത് നമ്മുടെ മോഡേൺ മെഡിസിന്റെ ചികിത്സാ രീതിയോടൊപ്പം തന്നെ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആയിട്ട് ഈ ഒരു ചികിത്സാ രീതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ സൈഡ് എഫക്റ്റിന്റെ കുറവ് മൂലം നമുക്ക് ഈ രണ്ട് ചികിത്സാ രീതിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി നമ്മുടെ ഈ ഒരു സൈഡ് എഫക്ട് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി ഒഴിവാക്കി രണ്ട് ചികിത്സാ രീതിയെയും ഒരുപോലെ കൊണ്ടുപോയി നമ്മുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കും. പെയിൻ കില്ലേഴ്സ് ഉപയോഗം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ കില്ലേഴ്സ് ഒരുപാട് കുറക്കാം. പെഞ്ചർ ട്രീറ്റ്മെന്റിൽ വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ 24 to 48 hours നമുക്ക് പെയിൻ ശരീരത്തിൽ എഫക്ട് ചെയ്യാണ്ട് കുറക്കാനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉറക്കക്കുറവ്, അതായത് വേദന, ഈ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ ഒരുവിധം നമ്മുടെ ലൈഫിലെ നമ്മുടെ ജീവിതം, ഡെയിലി ലൈഫ് റൂട്ടീൻ ഒരുവിധം ബാലൻസ് ആവുകയും ഇതിനുള്ള സൈഡ് എഫക്ട് പരമാവധി കുറയുകയും ചെയ്യും. അപ്പൊ ശരീരം പരിപോഷിപ്പിക്കുന്നതോടുകൂടി ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയും ശരീരത്തിന്റെ ഘടനയും ശരീരത്തിന്റെ ബാലൻസും കൂടുതൽ വർദ്ധിക്കുന്നതോടുകൂടി ശരീരം ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് ശരീരത്തിന് ഉണ്ടാവുകയും മോഡേൺ മെഡിസിന്റെ ചികിത്സയെ ആശ്രയിക്കാനുള്ള ആ ഒരു സാധ്യത പരമാവധി വളരെ കുറഞ്ഞു വരികയും ശരീരം പരിപോഷിപ്പിക്കുകയും സ്വാഭാവിക രീതിയിലേക്ക് വരികയും പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും. എന്തുകൊണ്ടാണ് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു വാട്ടർ എലമെന്റ് അല്ലെങ്കിൽ കിഡ്നി അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ നമ്മുടെ മുടി, അതായത് ഹെയർ ഗ്രോത്തിന്റെ, അതായത് തലയുടെ ഹെയർ ഗ്രോത്തിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആദ്യം ബാധിക്കുന്നത് നമ്മുടെ തലമുടി. നമ്മൾ പല്ലും കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. വാട്ടർ എലമെന്റ് ആണ് ശരിക്കും നമ്മുടെ എല്ല് അല്ലെങ്കിൽ പല്ല് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നതും കാണാം. പ്രതിരോധ ശേഷിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചൂട്, അതായത് ഹീറ്റ് ഇതൊക്കെ ബാലൻസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വാട്ടർ എലമെന്റ് ആണ്, അതായത് യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ കിഡ്നിയാണ് ശരീരത്തിന്റെ ഹീറ്റ് നമ്മളെ ബാലൻസ്, ചൂടും തണുപ്പൊക്കെ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഒരു ഘടകത്തെയും ഈ ഒരു ചികിത്സാ രീതി ബാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് ഈ ഒരു ഘടകത്തെ, ഈ ഒരു അവയവത്തെ സ്വാഭാവികമായിട്ട് നമ്മൾ എനർജി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആക്കുമ്പോൾ ആ ഒരു അവയവത്തിന്റെ ബ്ലഡ് ഫ്ലോ, അതായത് ക്യാൻസർ സെൽസ്, ആ ഒരു കെമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് സെൽ തന്നെയാണ്. ശരീരം സ്വാഭാവികമായിട്ട് ഒരു സെൽ രൂപത്തിലാണ് ഇതിനെ വേറെ ഏതെങ്കിലും ഒരു കോണിൽ ഇത് മാറ്റിവെക്കുക. DNA ആണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. സെല്ല് നശിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പുതിയ സെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു 3 പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ശരീരത്തിന്റെ DNA ആണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. വേറൊരു സ്ഥലത്ത് ഒരു കോണിലേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് ശരീരത്തിന്റെ ഇൻസ്ട്രക്ഷൻ തീർച്ചയായും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് സ്വീകരിക്കില്ല. എല്ലാവരും പർട്ടിക്കുലർ സെല്ല് നശിച്ച് അതൊരു വേസ്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ശരീരം പുറത്തേക്ക് വിടുകയുള്ളൂ. അപ്പൊ ഇതിന് പുറത്തേക്ക് വിടാനും വഴിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ശരീരം ഒരു കോണിലേക്ക്, സൈഡിലേക്ക് മാറ്റി വെച്ചു. അപ്പൊ ഇത് എങ്ങനെ സ്പ്രെഡ് ആവുന്നു, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ
ബയോപ്സി ചെയ്യാൻ വേണ്ടി ഇതിനൊരു സാമ്പിൾ എടുക്കും, പൊട്ടും. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്ലഡ് വെസൽ വഴി ഇത് സ്പ്രെഡ് ആവും, മറ്റുള്ള സെല്ലിനെ കൂടി നശിപ്പിക്കാൻ പാകത്തിൽ യോഗ്യനാണ്. മോഡേൺ സയൻസ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നതും അല്ലെങ്കിൽ റേഡിയേഷൻ വഴി തെറാപ്പി വഴി അതിനെ കരിച്ചു കളയുന്നതും ആ ഒരു സെല്ലിനെ പരിപൂർണമായി കൃത്യമായി നശിപ്പിക്കുന്നത്. ആ ഒരു സൈഡ് എഫക്റ്റിനെയാണ് നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം, ആ ഒരു സൈഡ് എഫക്റ്റിനെ കുറച്ചു കൊണ്ടുവരാം എന്നുള്ള ഒരു പ്രധാന ഘടകമാണ് ഇവിടെ ആലോചിക്കേണ്ടത്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ചികിത്സാ രീതി ഒരിക്കലും ബദൽ ചികിത്സയല്ല. ക്യാൻസർ വന്നാൽ അല്ലെങ്കിൽ ആദ്യം പോകേണ്ടത് മോഡേൺ മെഡിക്കൽ സയൻസിന് തന്നെയാണ്, ആധുനിക ചികിത്സാ രീതിയെ തന്നെയാണ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷേ അതിനുള്ള സൈഡ് എഫക്റ്റ് കുറക്കാൻ വേണ്ടി ഈ ചികിത്സയെ ഉപയോഗിക്കുക, അത് പ്രധാനമായി ഓർക്കുക. ഈ ഒരു ചികിത്സ ഒരിക്കലും ബദൽ ചികിത്സ എന്ന് ഞാൻ പറയുന്നില്ല, ബദൽ ചികിത്സയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ സൈഡ് എഫക്റ്റ് പരമാവധി കുറക്കാൻ തീർച്ചയായും ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യാം.